ടീസ്പൂൺ. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരു 17 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും മണവാട്ടിയാവുന്ന ഒരു ദിവസമാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തെങ്കിലും ഒരു എമോജി ആയിട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എപ്പോഴും പറയുന്ന പോലെ. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഞാൻ കോളേജിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, തലേ ദിവസം മൈലാഞ്ചിയൊക്കെ ആയിരുന്നു. മൈലാഞ്ചിയൊക്കെ ഇട്ടൊരു കയ്യിൽ. പിന്നെ ഇതേ എനിക്ക് ആവശ്യമുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് സംഭവങ്ങളൊക്കെ ബാഗിനകത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ നല്ലൊരു ഡയറ്റ് റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. മറന്നു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമല്ലോ. അപ്പോൾ കിച്ചണിലേക്ക് കയറാൻ പോകണം. നമ്മുടെ ഹയാൻകുട്ടൻ ട്യൂഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാണ്ട് കയറി കേട്ടോ. 44. Perfect. It is 44. Wonderful. 77 plus 3 is over. 8. ഇന്നാൾ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് നമ്മുടെ ഹയാനോട് ഒരു വലിയൊരു മാത്സ് നമ്മുടെ റിലേറ്റീവ്സൊക്കെ ചോദിച്ചിട്ട് ആകെ ഷോക്കായി പോയിട്ടാണ്. കാരണം അവൻ ഭയങ്കര ഈസി ആയിട്ട് പെന്നോ ബുക്കോ ഒന്നുമില്ലാതെ സ്പീഡായിട്ട് മെൻ്റലി അത് സോൾവ് ചെയ്തപ്പോൾ അവർക്കെല്ലാം അത്ഭുതമായിരുന്നു. അപ്പം നമ്മുടെ കസിൻസൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ശരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓൺലൈനായിട്ട് അവനൊരു എക്സ്ട്രാ ക്ലാസ് എടുത്തിട്ടുണ്ട് ബാൻസുവിൻ്റെ. നിങ്ങൾക്ക് അറിയും ശരിക്കും പറഞ്ഞാൽ ബാൻസുവിനെ പറ്റിയിട്ട്. ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് ഇൻ്റർനാഷണൽ മാത്സ് ജീനിയസ് ആയ നീലകണ്ഠു ഭാനു ആണ് കേട്ടോ. 50 പ്രാവശ്യത്തോളം അദ്ദേഹം വേൾഡ് റെക്കോർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവരുടെ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ മക്കളെ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ഈ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നത്. ലൈക്ക് ആനിമേഷനൊക്കെ പോലെ കേട്ടോ. അതായത് കുട്ടികൾക്ക് ഗെയിമൊക്കെ കാണിച്ചിട്ട് പഠിപ്പിച്ച് എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരിക്കും അവർ ഇൻട്രസ്റ്റോടുകൂടെ ക്ലാസ് ഇരിക്കും. ടൈം ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ USA, കാനഡ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് ആ ഒരു ഫ്രീ ഡെമോ ക്ലാസ് എടുത്തു നോക്കൂ. ഉറപ്പായിട്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ആ ഒരു ക്ലാസ്. മക്കൾ അത്രയും ഇൻട്രസ്റ്റിങ്ങോടെയാണ് കേട്ടോ ഇവരുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ഡെമോ ക്ലാസ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഇതേ കിച്ചണിലേക്ക് കയറി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നതാണ്. ഞാൻ ഇന്ന് റെഡി ആയിട്ട് തന്നെയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. കാരണം ലേറ്റ് ആവണ്ട, നേരത്തെ അവിടെ എത്താനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ലേറ്റ് ആയിട്ടാണ് ആക്ച്വലി പോയത്. അത്രയും നേരത്തെ പോയി കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. കാരണം കുട്ടികൾക്ക് വള കാര്യങ്ങളൊക്കെ വാങ്ങാനും വേണ്ടിയിട്ടാണ് പോകേണ്ടായിരുന്നത്. പക്ഷേ എനിക്കുള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ കോളേജിൽ ബ്ലൂമാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഉണ്ട്. അതിൽ ഒപ്പനയ്ക്ക് ഞങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒപ്പനയ്ക്ക് കുറേ എല്ലാറ്റിലും ഇങ്ങനെ നിർബന്ധിച്ചു. അപ്പോൾ എനിക്കങ്ങനെ എല്ലാറ്റിലും ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഡാൻസ് കളിക്കുന്ന ടൈപ്പൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് പറ്റൂല എന്നൊക്കെ. വെറുതെ നിൽക്കുന്ന വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വന്ന് നിൽക്കാം എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കുന്നത് കണക്കാക്കണ്ട, അത് വേറെ ഇത് വേറെയാണ്. അതിൽ ജസ്റ്റ് നമ്മൾ നാച്ചുറലായിട്ട് സംസാരിക്കുന്നതല്ലേ ഉള്ളൂ അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒപ്പനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒപ്പനൊന്നും എനിക്ക് കളിക്കാൻ പറ്റൂല, എനിക്ക് ഭയങ്കര മടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ മണവാട്ടിയായിട്ട് ആവാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒന്നും വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മണവാട്ടി ആയതാണ് സംഭവം. പിന്നെന്താ, അപ്പോൾ അത് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അന്നത്തെ ദിവസം പോകുന്നത്. അപ്പോൾ ലഞ്ച് വന്നിട്ട് ഞാൻ ഇന്ന് ഡയറ്റ് റെസിപ്പി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വീറ്റ് കോണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ന് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് ഞാൻ കിച്ചണിൽ പണികളിലേക്ക് കടന്നിട്ടുള്ളത്. മക്കൾക്ക് നോർമൽ നാഷ്ടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് മാത്രമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സ്വീറ്റ് കോൺ അല്ല, മാറിപ്പോയതാണ്, ബേബി കോണാണ്. ബേബി കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോളം പ്രായപൂർത്തി ആവുന്നതിന് മുമ്പ് തന്നെ അവനെ മുറിച്ച് എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് കേട്ടോ. ഞാനിതൊക്കെ എപ്പോഴും വാങ്ങുന്നതല്ല, എപ്പോഴെങ്കിലും 2-3 മാസം കൂടുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ വാങ്ങുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബേബി പൊട്ടാറ്റോയും കൂടിയുണ്ട്.
ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് മില്ലറ്റാണ് വേണ്ടത്. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹമുണ്ട്, അല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മില്ലറ്റ്സ് നമ്മുടെ ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ആക്കുന്നത് നന്നായിരിക്കും. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ മില്ലറ്റ്സിൽ. എന്തൊക്കെ എനിക്കിപ്പോൾ പേരൊന്നും ഓർമ്മയില്ലാണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ ബേബി കോൺ അതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഇതുപോലെ മാത്രമല്ല, നല്ല ചില്ലി ചിക്കനൊക്കെ പൊരിക്കുന്ന പോലെ ആ മസാല ഇട്ടിട്ട് നമുക്ക് പൊരിക്കാൻ പറ്റും. പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിക്കുന്ന പോലെ പൊരിക്കാൻ പറ്റും. പിന്നെ വേവിച്ച് കഴിക്കാൻ പറ്റും. സാലഡ്സിൽ ഇരിക്കാനല്ല, ഇടാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേബി പൊട്ടാറ്റോ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് മസാല കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കീറി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്താൽ മതി, അതിൻ്റെ തൊലി കളയണം എന്നില്ല കേട്ടോ. പിന്നെ മഷ്റൂം ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കളയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക മോശമായിട്ടുമില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മീൻസ് അറ്റം മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഫുൾ ഷേപ്പ് അതേപോലെ ആക്കിയിട്ട് തന്നെ ഇടുന്നുണ്ട്. ഒരു ക്യാരറ്റ് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡയറ്റൊക്കെ ചെയ്യണം, പക്ഷേ വീട്ടിൽ ഇതുപോലത്തെ സാധനം തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ എന്ത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് എന്തും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെന്തപ്പോൾ ഞാൻ അതിൽ കൂടെ എന്തോ ഒരു സാധനം ഇട്ടില്ലേ, നോക്കിയില്ല ഗൈസ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇതൊന്നും ബോയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സിലുവിൻ്റെ ലൈഫ് എന്ത് രസമാണ്, എന്ത് ഭാഗ്യമാണെന്നുള്ളത്. ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ഭാഗ്യമാണ്. ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു കോളേജ് ലൈഫിലേക്ക്, നമ്മുടെ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ഒരു 5% മാത്രമായിരിക്കും അങ്ങനെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തത്. ബാക്കി എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടേതായിട്ടുള്ള ആ ഒരു ലൈഫ് ഒന്നും കൂടെ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന്, അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? എനിക്കറിയില്ല. അപ്പം എനിക്ക് സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ലൈഫ് അത്യാവശ്യം നല്ല രസമൊക്കെ ആണ്, പക്ഷെ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഇതൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വേറൊരു ലോകം, വേറൊരു ജനറേഷൻ്റെ കൂടെ, 2 ജനറേഷൻ്റെ കൂടെ നമുക്ക് 2 ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അതായത് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെയും ജീവിച്ചു. ഇപ്പം എൻ്റെ മക്കളുടെ പ്രായം, മക്കളെന്ന് പറയുമ്പോൾ എല്ലാവരും മക്കളുടെ പ്രായമല്ല എങ്കിൽ പോലും ഏകദേശം അത്രയ്ക്കുള്ള കുട്ടികളുടെ കൂടെയും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ആ ഒരു കൾച്ചറൊക്കെ കാണാൻ പറ്റുക. പിന്നെ എല്ലാ കൾച്ചറും എനിക്ക് ഇഷ്ടമല്ല, അത്യാവശ്യമൊക്കെ എല്ലാം നല്ലൊരു വൈബാണ് കേട്ടോ. എന്തായാലും എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ നല്ല അടിപൊളി കുട്ടികളാണ്. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, നിങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലെ പഠിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, റിസ്ക്കൊക്കെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു. ഞാൻ എപ്പോഴാണ് നിർത്താന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് പോകുന്നത്. ചിലപ്പോൾ 5 വർഷം നിർത്തും എന്ന് പറഞ്ഞിട്ട് തന്നെ ചിലപ്പോൾ നിർത്താതെ പഠിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നിർത്തൂല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷേ എങ്കിലും ഇതുപോലൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ പോവാം കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഞാൻ ഇടയിൽ കൂടെ പാലച്ചീര എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതാണ്, ഉപ്പൊക്കെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് മറ്റൊരു പാൻ വെക്കുന്നുണ്ട്. ഞാൻ ഇടയിൽ കൂടെ മില്ലറ്റ്സ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കഥ പറയുന്ന സമയത്ത് അത് പറയാനായിട്ട് മറന്നു. 2 കപ്പ് മില്ലറ്റ് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ലിറ്റിൽ മില്ലറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അതിൽ എരിവ് മാത്രമല്ല മധുരവും ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു പാനിൽ ഞാനിതേ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 1 സ്പൂണ് ബട്ടർ മാത്രമേ ഉള്ളൂ. ഇത് ഒരുപാട് ഫാറ്റ് അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മഷ്റൂമും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ ഒരു 90% വെന്ത മഷ്റൂമും പിന്നെ ബേബി കോണ് ഇതൊക്കെയാണ് ഇതിലേക്ക് എടുത്തിരുന്നത്. നോക്കിയ സമയത്ത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് നമ്മുടെ മില്ലറ്റിൻ്റെ ഇതിൽ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ കിടന്ന് വെന്തോളും എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് ഇടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് തികയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ മുമ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ടല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അയ്യോ ഇതൊക്കെ ഭയങ്കര ടഫാണെന്നുള്ളത്. ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഞാൻ അതിൽ എന്തെങ്കിലും മസാല ഇട്ടിട്ടുണ്ടോ? ആകെ ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവറോ കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ക്രീമി ടെക്സ്ചറിലും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ പാലക് ചീരയില്ലേ, പാലക്ക് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചീരയാണ്, നല്ല ടേസ്റ്റുള്ള ചീരയാണ്. ഇതിൽ നമുക്ക് പാലക്ക് റൈസ് ഉണ്ടാക്കാൻ പറ്റും, പാലക്ക് പനീർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആ ഇല വന്നിട്ട് ബജ്ജി പോലെ പൊരിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ മിക്ക സമയത്തും വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. കാരണം മക്കൾക്ക് എല്ലാ ചീരയും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ ഈ സംഭവം കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും. അങ്ങനെ അതേ നമ്മുടെ ഇതിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ വെജീസ് വേവിച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് തന്നെ അതിലേക്ക് സ്റ്റോക്ക് പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപ്പുമാവ് പോലെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. വേഗാത്ത ഉരുളക്കിഴങ്ങ് എടുത്തിടാണ് ചെയ്തത്. പിന്നെ ഉരുളക്കിഴങ്ങ് തൊലിയോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് സയൻറ്റിഫിക്കായിട്ട് എനിക്കറിയില്ല, പക്ഷേ ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മില്ലറ്റ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. കുറച്ചും കൂടെ ഒന്ന് വേവാനും വേണ്ടിയിട്ടുണ്ട്. പിന്നെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഞാൻ വെള്ളം കളയുന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വാറ്റി കളയാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ബേബി കോൺ ഒന്ന് കഴിച്ചു നോക്കിയതാണ് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഈ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് കുറച്ച് ചീസി ആയിട്ടൊക്കെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചീസ് സ്ലൈസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണിച്ചിട്ടില്ല. എപ്പോഴും ചീസ് ഇടണം എന്ന് നിർബന്ധമുണ്ടോ എന്നുള്ള പോലെ നിങ്ങൾ വിചാരിക്കുന്നുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഇനി അതല്ല നിങ്ങൾക്ക് പുളിക്കാത്ത തൈര്, കട്ട തൈര് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയിൽ കൂടെ ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കത്തിയും. അല്ലാന്നുണ്ടെങ്കിൽ കത്തി ഞാൻ എങ്ങനെയാണോ ഇട്ടിട്ട് പോയത് അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മുടെ കളർ കത്തി ആയതുകൊണ്ട് ചിലപ്പോൾ അത് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ മോശമാവുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് കത്തിയും കൂടെ കഴുകി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണോ പോയത് അതിനേക്കാളും പരമായിട്ടിരിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചിന്തിയിട്ട് കളറ് പെട്ടെന്ന് പിടിക്കും കേട്ടോ. വൈറ്റ് നാനോ വൈറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും പാത്രം കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇരുമ്പ് കറ പോലെ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ അങ്ങനെ ആയിക്കണു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണത്. പക്ഷേ എങ്കിലും ഞാൻ വൈറ്റ് ഇടുള്ളൂ കേട്ടോ. പിന്നെ അതേ നമ്മുടെ മില്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു സ്ലൈമി ആയിട്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇപ്പം നല്ല ചുമയും ഒക്കെയാണ്. ആകെ ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത്. വീഡിയോസൊക്കെ ഇപ്പോൾ കുറവാണ്. വീഡിയോ അധികം എടുക്കാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ചിലപ്പോൾ രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്കൊക്കെ ആയിരിക്കും വോയിസ് ഓവർ എടുക്കുന്നത്. ചില സമയത്ത് രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. കുറച്ച് എഡിറ്റിങ്ങിൻ്റെ ബാക്കിയും കൂടി ഉണ്ടാവും. അപ്പോൾ ആ എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ലേറ്റ് ആവും. അതൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ അധികം ഇല്ലാത്തത്. ഇൻഷാല്ല ഒരു വീഡിയോ കൂടെ ചെയ്ത് വെച്ചതുണ്ട്. അത് ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഇതേ നമ്മൾ അങ്ങനെ നമ്മുടെ സംഭവം വിളമ്പാണ്. ഒരു സൈഡ് നമ്മുടെ സാലഡ് നല്ല എന്താ ഇതിന് പറയുക പേര്, നിങ്ങൾ തന്നെ ഇട്ടോ പേര്. ഒരു സൈഡ് നമ്മുടെ ലിറ്റിൽ മില്ലറ്റും കൂടെ ആയിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചത്. ഷോർട്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമല്ലോ, അപ്പോൾ ഭംഗിയിൽ ആ ഒരു അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടി വെച്ചതാണ്. പിന്നെ ഇത് രണ്ടും കൂടെ ഇങ്ങനെയാണ് മിക്സ് ചെയ്ത് കഴിക്കേണ്ടത്. എല്ലാതും കൂടെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അതും കൂടെ ആയിട്ട് കഴിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വയറ് ഫില്ലാവും. വായ്പൊള്ളി ഗൈസ്. അങ്ങനെ എനിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അതിന്ന് ഞാൻ ഈ ടേസ്റ്റ് നോക്കിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി കുറച്ച് റനക്കുട്ടിക്ക് അവർക്കൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഇറങ്ങായിരുന്നു. ടിഫൻ വന്നിട്ട് ഞാനിപ്പോൾ മറ്റേ ടിഫനല്ല കൊണ്ടുവന്നത്. അവിടെ നിന്ന് എനിക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് ആക്കുന്നത്. കാരണം ചെറിയൊരു ബാഗാണ് കൊണ്ടുവന്നത്, പ്രോഗ്രാമല്ല. അപ്പോൾ നമുക്ക് വലിയ ബാഗ് വെറ്റി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടിഫൻ ആകുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കളയാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലാണ് കൊണ്ടുവന്നത്.
അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂടെ കഴിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓറഞ്ച്, പിന്നെ എന്താണ് കുറച്ച് ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വെള്ളം വാങ്ങാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. വെള്ളം വാങ്ങിയിട്ട് ചിയാ സീഡ് ഇട്ട് മിക്സ് ആക്കിയിട്ട് ആ വെള്ളമാണ് കുടിച്ച് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വിശക്കില്ല, അതിനും വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നീറ്റിട്ട് ഫുഡൊന്നും കഴിക്കാതെ പോകേണ്ട സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര വിശപ്പ് ഉണ്ടാവും. അത് മാറ്റാൻ എന്തെങ്കിലും ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് വെള്ളമാണ്, വെറും വെള്ളമാണ്. അതിൽ നമ്മുടെ ചിയാ സീഡ് ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുടിച്ചാൽ മതി. അത്യാവശ്യം വയറ് നന്നായിട്ട് ഫില്ലായിരിക്കും. പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. നിങ്ങൾ വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു ടിപ്പാണ്. യൂസ് ചെയ്തോ. വിശപ്പറിയില്ല, കാരണം ഇത് നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്ത് അവിടെ അങ്ങോട്ട് വയറിൽ അങ്ങോട്ട് കിടന്നോളും. അപ്പം അധികം വിശപ്പറിയില്ല. വെയിറ്റ് പെട്ടെന്ന് കുറയുകയും ചെയ്യും. നമ്മുടെ ഹെൽത്തിന് നല്ലോണം കുറേ ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് ചിയാ സീഡ്. അപ്പം ഞാൻ ഇതാണ് ഇന്ന് കുടിച്ചിട്ട് പോകാൻ പോണത്. പിന്നെ അവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് തേനോ കുറച്ച് ചെറുനാരങ്ങയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ചായ പോലെ. പെട്ടെന്ന് കുതിർന്ന് കിട്ടും വെള്ളത്തിൽ. ഒരുപാട് സമയത്ത് വെക്കണം, രാത്രി തന്നെ ഇട്ട് വെക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് മുമ്പ് മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. നേരത്തെ ഇട്ട് വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഈ വെള്ളമാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. ഒരു ഈത്തപ്പഴം ഉണ്ട്. ഈത്തപ്പഴം ഇതിനകത്ത് പോയി. ഈത്തപ്പഴം, ഈ വെള്ളം, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും കേട്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് യൂട്യൂബിൽ അധികം വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി, എൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. സിലു സൽഹ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോളേജ് ഡീറ്റെയിൽസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു പേജും, സിലു ടോക്സ് സൽഹ ബീഗം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നേരെ സെമിനാർ ഹാളിലേക്കാണ് പോയത്. അവിടെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഡാൻസ്, ഞാനില്ല ബാക്കി എല്ലാവരും ഉണ്ട്. ആ ഒരു ഡാൻസ് ആയിരുന്നു. കൊറിയോഗ്രാഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പുറത്തെ ഒരാളുണ്ട് കേട്ടോ, കാണിച്ചു തരാമോ? ഇതാണ് തട്ടം. എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളർ പച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പച്ച കളർ എന്താണെന്നറിയില്ല, ഇഷ്ടേ അല്ല കേട്ടോ. സാധാരണ എല്ലാവരും ആ സമയത്ത് റെഡ് മെറൂണൊക്കെ അല്ലേ ഇടുക. നോക്കിയപ്പോൾ ഇവിടെയും ദേ കിടക്കണു പച്ച. ഇങ്ങനെ ഉണ്ടാവുമോ, ഭയങ്കര ബോറായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നോക്കിയ സമയത്തുണ്ടല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വേറൊരു ലുക്കായിരുന്നു കേട്ടോ. പിന്നെ മൈലാഞ്ചി ഇടണം. അപ്പോൾ എല്ലാവരും ബിഗ് ബീൻ്റെ ഒരു കോണ് വാങ്ങിയിട്ട് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഈ ഒരു റിസ്ക് എടുക്കണ്ടാവുണ്ട് തലേ ദിവസം തന്നെ ഒരു കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ കയ്യിൽ പിന്നെ ഇവിടെ നിന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതേ മേക്കപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മേക്കപ്പ് അവർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ കഥകളിക്ക് മേക്കപ്പ് ചെയ്യുന്ന പോലെ എക്സ്ട്രാ ഒക്കെ അല്ലേ ഇടുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്തത്. വലിയ ബോറുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ജ്വൽസൊക്കെ കാണിച്ചു തന്നു. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി ഈ ഒരു ലുക്ക്. എനിക്ക് ഇഷ്ടമായോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണേ. ഞാൻ ഭയങ്കര അലമ്പാവും ബോറാവും എന്നൊക്കെ വിചാരിച്ചാണ്. നമ്മുടെ റനക്കുട്ടിയും പറഞ്ഞു ഒപ്പനയുടെ മേക്കപ്പ് അല്ലേ, നല്ല രസമുണ്ടാവും, ആകെ വൃത്തികേടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നോക്കിയ സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജ്വൽസും പിന്നെ ഡ്രസ്സും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതേ എന്നെ ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. ഇതിൽ വന്നിട്ട് നസ്മി വന്നിട്ട് സീനിയറാണ്, മറ്റേ കുട്ടി ബികോമിലാണ്, ഫമിത. എല്ലാവരുടെ പേരും അറിയില്ല, പക്ഷെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. സീനിയേഴ്സ് ആണെങ്കിലും ഒക്കെ. ജൂനിയേഴ്സ് പിന്നെ നമുക്കില്ലല്ലോ. പിന്നെ നമ്മുടെ ക്ലാസ്മേറ്റ്സും അപ്പുറത്തെ ക്ലാസ് കുട്ടികളൊക്കെയാണ്. ഇവരൊക്കെ വേറെ ബിടെക്കിൽ തേർഡ് ഇയർ ഒക്കെയാണ് കേട്ടോ. എല്ലാവരും നല്ല കുട്ടികളായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ ഒരുങ്ങി, ബാക്കിയുള്ള ഈ ജ്വൽസ് കാര്യങ്ങളൊക്കെ അവരാണ് കേട്ടോ ഇട്ട് തന്നത്. അങ്ങനെ ആ ഒരു പഴയ കാലത്തെ ആ ഒരു എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും ജ്വൽസും ഒക്കെ ഇട്ട് ഇതാണ് ആ ഒരു ലുക്ക്. പിന്നെ കയ്യിൽ ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു, നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ എവിടെയും കുത്തിയിട്ട്. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക പുതിയൊരു അനുഭവമല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കലെന്തോ ഒപ്പനയ്ക്ക് ഞാനുണ്ടായിരുന്നു. പിന്നെ അതോടുകൂടി ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ച്. എനിക്ക് ഭയങ്കര പേടിയും ചമ്മലും ഷൈയൊക്കെ ഉള്ള ആളാണ് കേട്ടോ. സ്റ്റേജ് ഫിയർ നന്നായിട്ടുള്ള ആളാണ്.
പക്ഷേ ഇപ്പോൾ ഒട്ടും ഇല്ലാണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷേ എങ്കിലും അത് നമ്മൾ കാണിക്കാതെ പോന്നു. പിന്നെ ഇതേ ഷോളും കൂടെ ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ കുഴപ്പമില്ലാന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന്. പിന്നെ ഒപ്പനൻ്റെ കളീൻ്റെ ഭാഗം ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കമ്മലിട്ടൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കമ്മലൊക്കെ ഇട്ട് നിങ്ങളെന്നെ കാണുകയാണ് ഗൈസ്. പിന്നെ നെറ്റിയിൽ ഈ സംഭവമൊക്കെ ഇട്ട് അവരാരൊക്കെയോ 4-5 പേര് ചേർന്നിട്ടാണ് അതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ വന്നു എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഞാൻ ഇങ്ങനെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാം സെറ്റായി. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ മറ്റേ ക്യാമ്പസിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ BTech MBA സെമിനാർ ഹാളിൻ്റെ ആ ഭാഗത്തായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുന്നും മലയും ഒക്കെ കടന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ. പിന്നെ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും 4 ഗ്രൂപ്പാണ്. 4 ഗ്രൂപ്പും ഇങ്ങനെ നടന്ന് വെയിലും നടന്ന് അവിടെ എത്തും. എന്നിട്ടാണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഫ്രീഡമാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഒട്ടുമില്ല മക്കളെ, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റാണ് ഇവിടെ. അറ്റൻഡൻസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ശരിക്കും നട്ടം തിരിയുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും യാത്രയോ കാര്യങ്ങളോ അല്ലെങ്കിൽ മക്കൾക്ക് സുഖമില്ലെങ്കിലോ ഒന്നും തന്നെ ലീവ് എടുക്കാനായിട്ട് പറ്റൂല. അറ്റൻഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ സമ്മതിക്കില്ല. 10 മിനിറ്റ് ലേറ്റായി വന്നു കഴിഞ്ഞാൽ അറ്റൻഡൻസ് കിട്ടൂല. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു വിഷയത്തിലൊക്കെ ആകെ കട്ട ശോകത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടിയും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ ബാക്കി ഇനിയിപ്പോൾ ഈ ബ്ലൂമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ക്ലാസ്സിലായിരിക്കും. ഇത്രയും ദിവസം കുറേ ഓടി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ കുട്ടികളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഞാനിതൊക്കെ ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ എല്ലാം കാണാൻ. കുട്ടികളൊക്കെ നല്ല അടിപൊളി വൈബാണ്. എല്ലാവരും നല്ല രസമാണ്. അവരൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആ ടൈപ്പല്ല, അതിനുള്ള കഴിവൊന്നും എനിക്കില്ല അത് അറിയിട്ട്. അങ്ങനെ ഇത് വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ഒരു ഇതുണ്ടായിരുന്നില്ലേ, ഘോഷയാത്ര പോലെ ആ ഒരു ഭാഗങ്ങൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സാംസങ്ങിൻ്റെ ഫോണാണ് കൊണ്ടുപോകൽ. ഐഫോൺ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രണ്ടിലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്ത ക്ലിപ്സാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഈ പരിപാടിയൊക്കെ നടന്നത് കേട്ടോ. ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ചെയർമാൻ. അപ്പോൾ ഫ്ലാഗൊക്കെ ഉയർത്തി പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര അടിപൊളി വൈബായിരുന്നു കേട്ടോ. 4 ടീമും നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കളിച്ചു. എല്ലാ ക്ലാസ്സിലും 4 ടീമിലെ കുട്ടികളുണ്ടാവും കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇച്ചു ബേബി എണീറ്റ് വന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഇത് അപ്ലോഡ് ആക്കിയിട്ട് വേണം എനിക്ക് ക്ലാസ്സിലേക്ക് പോകാനും വേണ്ടിയിട്ട്. അതൊക്കെ പാഴാക്കാവുന്ന സങ്കടമുണ്ട്. അത് കാര്യമാക്കണ്ട. ഇൻട്രോയുടെ കപ്പാട് തൂക്കിക്കോട്ടെ. ലാസ്റ്റ് ബ്ലൂമിന്റെ കപ്പ് അവലാഞ്ച പൊക്കിയിരിക്കും. സംശയം അപ്പോൾ അങ്ങനെ നിങ്ങളെ ഞാൻ എൻ്റെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ. സി യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കണം കേട്ടോ.